നടി തൃശയെക്കുറിച്ച് നടത്തിയ വിവാദ പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ കസ്റ്റഡിയിൽ 6 വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് കസ്റ്റഡിയിലായത്. മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട്. നടി തൃഷയ്ക്കെതിരായ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ നടത്തിയ അധിക്ഷേപ പരാമർശത്തിലാണ് നടപടി. തഞ്ചാവൂരിൽ നിന്നും പോലീസ് സംഘം രാവിലെ ഉദയനിധിയുടെ വീടിന് മുന്നിലെത്തി. വീടിന് മുന്നിൽ DMK പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. കനത്ത പോലീസ് വിന്യാസമാണ് ഉദയനിധിയുടെ വീടിന് മുന്നിൽ ഏർപ്പെടുത്തിയത്. ഉദയനിധിയെ കസ്റ്റഡിയിലെടുത്ത് തഞ്ചാവൂരിലേക്ക് കൊണ്ടുപോയി. മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഉദയനിധി മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഉദയനിധി നിയമസഭയിൽ എത്താതിരിക്കാനുള്ള നീക്കമാണ് നടപടിക്ക് പിന്നിലെന്ന് DMK വാദിച്ചു. ഉദയനിധിക്കെതിരെ സംസ്ഥാന വ്യാപകമായ പോലീസ് സ്റ്റേഷനുകളിൽ TVK പരാതി നൽകിയിരുന്നു. തുടർന്നാണ് തഞ്ചാവൂർ പോലീസ് കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പുകൾ അടക്കം ചുമത്തിയാണ് കേസ്. ഉദയനിധിക്കെതിരെ ദേശീയ വനിതാ കമ്മീഷന് TVK പരാതി നൽകിയിട്ടുണ്ട്. കേസെടുക്കണമെന്നും മാപ്പ് പറയണമെന്നും TVK ആവശ്യപ്പെട്ടിരുന്നു. പ്രസംഗത്തിൽ നടി തൃഷയുടെ പേര് ഉദയനിധി പരാമർശിച്ചിട്ടില്ലെന്നാണ് DMKയുടെ വിശദീകരണം. നാളെ നിയമസഭയിൽ ബജറ്റ് സമ്മേളനം ആരംഭിക്കാനിരിക്കെയാണ് വിവാദം കത്തുന്നത്. കാവേരി വിഷയത്തിൽ DMK നടത്തിയ പ്രതിഷേധത്തിനിടെ നടി തൃഷയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ നടത്തിയ ദ്വയാർത്ഥ പരാമർശമാണ് വിവാദമായത്. നാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.